Hello everyone, welcome to our new video on BGC 101. അപ്പം നമ്മൾ ഇന്നിവിടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബി എ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന ഒരു പേപ്പർ ആയിട്ടുള്ള BGC 101 എന്ന് പറയുന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറിന്റെ ക്ലാസ്സിലേക്കാണ്. അപ്പൊ നമ്മുടെ ബി എ ഇംഗ്ലീഷില് നമ്മുടെ ഇഗ്നോയില് ഓരോ സെമസ്റ്റേഴ്സിലായിട്ട് ഇത്ര നമ്പർ ഓഫ് പേപ്പേഴ്സ് ആണ് നമുക്ക് ഓരോ സെമസ്റ്റേഴ്സിലും ഉള്ളത്. അപ്പൊ നമ്മുടെ ബി എ ഇംഗ്ലീഷിന്റെ കോഴ്സുകളുടെ പേപ്പേഴ്സിന്റെ ടൈറ്റിൽസിന്റെ കോഴ്സ് കോഡുകൾ നോർമലി പോകുന്നത് ഇങ്ങനെ BGC 101, 102, 103, 104 അങ്ങനെയാണ് നമ്മുടെ കോഴ്സുകൾ പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഓരോ പേപ്പേഴ്സും ഉള്ളത്. അപ്പൊ അത് നമ്മുടെ ഫസ്റ്റ് പേപ്പർ ആണത് BGC 101. ടൈറ്റിൽ ഇസ് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പൊ ഓഫ് കോഴ്സ് നമ്മളുടെ ഇവിടുത്തെ ഇഗ്നോയിലെ പേപ്പേഴ്സ് എല്ലാം നോർമലി ഓരോ പേപ്പേഴ്സിനും നമ്മൾ ബ്ലോക്സുകളായിട്ടായിരിക്കും തിരിക്കുക. നോർമലി നമുക്ക് എല്ലാ പേപ്പേഴ്സിനും ഇറ്റ് ഇസ് 4 ബ്ലോക്സ് ആയിട്ടായിരിക്കും തിരിക്കുക. ആൻഡ് ഓരോ ബ്ലോക്സിനകത്തും യൂണിറ്റ് വൈസ് ആയിരിക്കും നമുക്ക് ഡിവിഷൻസ് ഉണ്ടാവുക. സോ നമുക്കൊരു പേപ്പർ ഉണ്ടാകും, ആ പേപ്പറിനകത്ത് ബ്ലോക്ക് വൈസ് ഡിവിഷൻ ആൻഡ് ആ ബ്ലോക്സ് പിന്നീട് ഫെർദർ ആയിട്ട് യൂണിറ്റ്സുകളായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ഡിവിഷൻ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് BGC 101 എന്ന് പറയുന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പർ വെച്ചിട്ടാണ്. സോ നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ അതിന്റെ കോണ്ടന്റ് നമുക്ക് ഇവിടെ വരുന്നത് ബ്ലോക്ക് ആസ് ഐ ഹാവ് മെൻഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മളുടെ കോണ്ടന്റ് നമുക്ക് ഇവിടെ വരുന്നത്. സോ വി ഹാവ് ബ്ലോക്ക് വൈസ് ആയിട്ടാണ് നമുക്ക് കോണ്ടന്റ് ഉള്ളത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഫസ്റ്റ് ബ്ലോക്ക്, സെക്കൻഡ് ബ്ലോക്ക്, തേർഡ് ബ്ലോക്ക്, ഫോർത്ത് ബ്ലോക്ക്. അപ്പൊ നമ്മുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ 4 ബ്ലോക്സുകളാണ്. പിന്നീട് ഓരോ ബ്ലോക്സിനകത്ത് നമുക്ക് ഫെർദർ ആയിട്ട് യൂണിറ്റ് വൈസ് ആയിട്ടായിരിക്കും നമുക്ക് ഡിവിഷൻസുകൾ ഉണ്ടാവുക. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കാളിദാസ അഭിജ്ഞാന ശാകുന്തളം, സെക്കൻഡ് ബ്ലോക്ക് വ്യാസ് മഹാഭാരത, തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് സൂത്രക മൃച്ഛകാതിക, ബ്ലോക്ക് 4 ചിലപ്പതികാരം. അങ്ങനെ 4 ബ്ലോക്സ് ആയിട്ടാണ് നമ്മളുടെ BGC 101 എന്ന് പറയുന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറിന്റെ കോണ്ടന്റ് പോകുന്നത്. ക്ലിയർ? അപ്പൊ നമ്മളിവിടെ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആക്കുമ്പോൾ ഇന്ത്യൻ ക്ലാസിക് റൈറ്റേഴ്സ്, എസ്പെഷ്യലി നമ്മുടെ പ്ലേ റൈറ്റ്സുകളും അവരുടെ പ്ലേസും കാര്യങ്ങളൊക്കെയാണ് നോർമലി നമ്മൾ ഈ പേപ്പറിൽ ഇപ്പം ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി ഫെർദർ ആയിട്ട് ഓരോ ബ്ലോക്സിനകത്തും എത്രയൊക്കെ യൂണിറ്റ്സുകൾ ഉണ്ട്, ഓരോ യൂണിറ്റ്സുകൾ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ടു ബിഗിൻ വിത്ത് വി ഹാവ് എ ഫസ്റ്റ് ബ്ലോക്ക്, ദാറ്റ് ഇസ് കാളിദാസ അഭിജ്ഞാന ശാകുന്തളം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കാളിദാസ് എന്ന് പറയുന്ന പ്ലേ റൈറ്റ് എഴുതിയിട്ടുള്ള അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന പ്ലേ ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ബ്ലോക്സിനായിട്ട് പിന്നീട് ഫെർദർ യൂണിറ്റ്സുകളായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. സോ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിനകത്ത് തന്നെ നമുക്ക് 4 യൂണിറ്റ്സ് ആണ് ഉള്ളത്. സോ ഫസ്റ്റ് യൂണിറ്റ് ഇസ് ഇന്ത്യൻ എയ്സറ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ആ ലിറ്ററേച്ചർ, ക്ലാസിക് ലിറ്ററേച്ചർ, അതിന്റെ എല്ലാം ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഫസ്റ്റ് ഉള്ളത്. ഇപ്പൊ ഒരു ഇന്ത്യൻ എയ്സറ്റിക്സ് ആസ് എ ഹോളിന്റെ ഒരു ഇൻട്രോ ആണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ഉള്ളത്. സെക്കൻഡ് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കാളിദാസ ആൻഡ് ഓവർവ്യൂ. അതായത് കാളിദാസ എന്ന് പറയുന്ന പ്ലേ റൈറ്റും അദ്ദേഹത്തിന്റെ വർക്ക്സ്, കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ നോക്കും. ആൻഡ് യൂണിറ്റ് 4 എന്ന് പറയുന്നത് വി ഹാവ് യൂണിറ്റ് 3 ഇസ് അഭിജ്ഞാന ശാകുന്തളം, ടെക്സ്റ്റുവൽ അനാലിസിസ്. അപ്പം കാളിദാസ് എഴുതിയിട്ടുള്ള അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന വർക്കിന്റെ അനാലിസിസ് ആണ് നമ്മൾ യൂണിറ്റ് 3 നോക്കുന്നത്. ആൻഡ് യൂണിറ്റ് 4 വരുമ്പോഴത്തേക്ക് അതിന്റെ അഭിജ്ഞാന ശാകുന്തളം ക്യാരക്ടർ അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്. അതായത് നമ്മൾ യൂണിറ്റ് 3 പഠിച്ചിട്ടുള്ള അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന വർക്കിന്റെ അനാലിസിസ്, ക്യാരക്ടറിന്റെ ഓരോ ഡീറ്റെയിൽഡ് അനാലിസിസും അതുമായിട്ട് ആസ്പദമാക്കിയിട്ടുള്ള ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സും ആണ് നമുക്ക് യൂണിറ്റ് 4 അപ്പൊ നമ്മുടെ ബ്ലോക്ക് 1 എന്ന് പറയുന്ന പ്രൈമറി ഇറ്റ് ഇസ് ഫോർ കാളിദാസ ആൻഡ് അഭിജ്ഞാന ശാകുന്തളം. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് 2 ബ്ലോക്ക് 2 നമ്മൾ പോകുമ്പോൾ വി ഹാവ് വ്യാസ് മഹാഭാരത. ഇപ്പൊ നമ്മുടെ ആസ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ബ്ലോക്സുകളെ നമ്മൾ യൂണിറ്റ് വൈസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. യൂണിറ്റ് 1, 2, 3 ആൻഡ് 4. അപ്പൊ നമ്മുടെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് മഹാഭാരത ആൻഡ് ഓവർവ്യൂ. ഇപ്പൊ ഒരു മഹാഭാരതം നമ്മുടെ ഒരു എപ്പിക് വർക്കിന്റെ ഒരു ഓവർവ്യൂ ആണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ ഉള്ളത്. സെക്കൻഡ് യൂണിറ്റിലേക്ക് നമുക്ക് വരുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് എ ഡൈസിംഗ് ബുക്ക് ഫ്രം ദി
ഡൈസിങ് ഫ്രം ദി ബുക്ക് ഓഫ് അസംബ്ലി. അപ്പൊ ഡൈസിങ് എന്ന് പറയുന്ന ഒരു ഗെയിം ഓഫ് ഡൈസിന്റെ ഒരു സെക്ഷൻ ആണ് നമുക്കുള്ളത്. ആൻഡ് യൂണിറ്റ് 3 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡൈസിങ്ങിന്റെ സെക്വൽ ടു ദ ഡൈസിങ് ആ റീഡിംഗ് ആണ് നമുക്ക് യൂണിറ്റ് 3 യൂണിറ്റ് 4 വി ഹാവ് എ ടെംപ്ടേഷൻ ഓഫ് കർണ ഫ്രം ദ ഉദ്യോഗ പർവ. ഇത് ഇത്രയുമാണ് നമുക്ക് ബ്ലോക്ക് 2 സോ മെയിൻലി ആ ഡൈസിങ് എപ്പിസോഡ് ആണ് നമുക്ക് ബ്ലോക്ക് 2 ഉടനീളം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇഫ് യു ഗോ ഇൻ ടു ദി ബ്ലോക്ക് 3 ദാറ്റ് ഇസ് സൂദ്രക മൃഷ്യഘാതിക എന്ന് പറയുന്നതാണ് നമ്മുടെ നെക്സ്റ്റ് ബ്ലോക്ക് ആയിട്ട് നമുക്ക് വരുന്നത്. സോ ഇവിടെ നമ്മൾ ഇഫ് യു ആർ ലുക്കിംഗ് ഇൻ ടു വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇവിടെ നമുക്ക് 4 യൂണിറ്റ്സുകളായിട്ടാണ് ഉള്ളത്. സോ യൂണിറ്റ് 1 യു ഹാവ് സൂദ്രക ആൻഡ് ഡിസ്പ്ലേ മൃഷ്യഘാതിക ആൻഡ് ഇൻട്രൊഡക്ഷൻ. അപ്പം സൂദ്രകേനെ കുറിച്ചും ആ പ്ലേനെ കുറിച്ചും ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ ഉള്ളത്. ആൻഡ് സെക്കൻഡ് യൂണിറ്റ് വരുമ്പം നമ്മളുടെ മൃഷ്യഘാതിക എന്ന് പറയുന്ന പ്ലേന്റെ ഒരു പ്ലോട്ട് സ്ട്രക്ചറും അതിന്റെ അനാലിസിസുമാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റ് ഉള്ളത്. അപ്പൊ അതേസമയം നമ്മൾ തേർഡ് യൂണിറ്റിൽ പോവുകയാണെങ്കിൽ യു ഹാവ് തീമാറ്റിക് കൺസേൺസ്. ഏതിന്റെയാണ്? സൂദ്രകയുടെ മൃഷ്യഘാതികയിലുള്ള തീമാറ്റിക് കൺസേൺസ് ആണ് നമുക്ക് യൂണിറ്റ് 3 യൂണിറ്റ് 4 വരുമ്പോൾ യു ഹാവ് മൃഷ്യഘാതികയുടെ ഫേസറ്റ്സ് ഓഫ് ക്യാരക്ടറൈസേഷൻ ആണ് നമുക്ക് യൂണിറ്റ് 4 ഓക്കെ. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് വി ഹാവ് ഏതാണ്? നമ്മുടെ ബ്ലോക്ക് 4 ആണ്. ചിലപ്പതികാരം എന്ന് പറയുന്നതാണ് നമ്മുടെ ലാസ്റ്റ് നമുക്കുള്ള നമ്മുടെ ഇവിടെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ബ്ലോക്ക് 4 ചിലപ്പതികാരമാണ് നമുക്ക് ലാസ്റ്റ് നമുക്കുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ് 4 യൂണിറ്റ്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദറ്റ് യൂണിറ്റ് 1 യു ഹാവ് എ സംഘം ലിറ്ററേച്ചർ ആണ് നമുക്ക് യൂണിറ്റ് 1. സോ യൂണിറ്റ് 1. സോ വാട്ട് ഇസ് സംഘം ലിറ്ററേച്ചർ? അതിന്റെ ഫീച്ചേഴ്സ്, വർക്ക്സും കാര്യങ്ങളുമാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് യു ഹാവിംഗ് ഇസ് സംഘം ലിറ്ററേച്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ. അതാണ് നമ്മുടെ ബ്ലോക്ക് 4 യൂണിറ്റ് 1 ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 2 ഇസ് ചിലപ്പതികാരം ടെക്സ്റ്റുവൽ അനാലിസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഓരോ യൂണിറ്റ്സ് ഓരോ ബ്ലോക്സിനകത്ത് നമുക്ക് ഓരോ വർക്ക് ഉണ്ടാകും, അതിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് ഉണ്ടാകും. ഈ യൂണിറ്റ് 3 നമ്മൾ പോവുകയാണെങ്കിൽ യു ഹാവ് ദ ഡിവൈൻ, ദി ഹ്യൂമൻ ആൻഡ് ദി ഇമ്മോർട്ടലൈസ്ഡ് ക്യാരക്ടേഴ്സ് ഇൻ ചിലപ്പതികാരം. അതായത് നമ്മൾ ബ്ലോക്ക് 4 യൂണിറ്റ് 2 പഠിച്ച ചിലപ്പതികാരം എന്ന് പറയുന്ന വർക്കിന്റെ അനാലിസിസ് കഴിയുമ്പോൾ അതിലുള്ള മേജർ ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമുക്ക് യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4 വരുമ്പം വി ഹാവ് അകം ആൻഡ് പുരം പോയട്രിയും ചിലപ്പതികാരമാണ് നമുക്ക് ബ്ലോക്ക് 4 യൂണിറ്റ് 4 ഓക്കെ. സോ ഇത്രയാണ് നമ്മളുടെ BGC 101 എന്ന് പറയുന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറിന്റെ കോണ്ടന്റ് ഉള്ളത്. സോ നോർമലി ഓർക്ക് വി ഹാവ് 4 ബ്ലോക്സ്. ഓരോ ബ്ലോക്സിന്റെ കീഴിൽ നമുക്ക് 4 യൂണിറ്റ്സ് വരുന്നു. ടോട്ടൽ വിച്ച് മേക്സ് 16 യൂണിറ്റ്സ് ആണ് നമുക്ക് നമ്മുടെ പേപ്പറിൽ എൻറ്റയർലി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ് ഇസ് it's very simple. So we had the discussion on the paper. BGC 101 ആണ്. 4 ബ്ലോക്സ്, നമുക്ക് ഓരോ ബ്ലോക്സിന് കീഴിലും 4 യൂണിറ്റ്സ് വീതമായിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് ഓൾ റിഗാർഡിംഗ് our work, the paper BGC 101. Okay then, thank you everyone.